There's a meeting in my bed. Hola. ഇച്ചായ ഇച്ചായ ഇങ്ങേരിത് എന്ത് മനുഷ്യനാ, ഉള്ളിന്റെ മുനയിൽ നിർത്തി മൂപ്പർ ഓഫായി. ഇച്ചായ നടക്കിച്ചായ, ദേ കിടക്കാൻ നോക്ക്, നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ. എന്താ ചായ? നിനക്കെന്നോട് വെറുപ്പാണോ? എന്തിനു? ഞാൻ കാരണമാ. ഞാനും അവനെ. അങ്ങനത്തെ ചിറ്റകളെ പിന്നെന്താ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചേ, നിങ്ങളാണ് അവനെ കൊന്നതെന്നറിയുന്ന നിമിഷം ഞാൻ നിങ്ങളെ വെറുക്കുമെന്നോ? നിങ്ങളുടെ ഇച്ഛയെ രക്ഷിക്കാൻ വേണ്ടി, ചേട്ടത്തെ രക്ഷിക്കാൻ വേണ്ടി ആ ചെകുത്താനെ കൊന്നതാണോ നിങ്ങൾ ചെയ്ത പാപം? നിങ്ങൾ സ്വന്തമെന്ന് കരുതുന്നവരെ സംരക്ഷിക്കാൻ നിങ്ങൾ ഏതറ്റം വരെയും പോകും. അത് മാത്രമാ ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നീ നോർമൽ അല്ലേ? അല്ല, ഞാൻ സ്വല്പം നോർമലാ. എനിക്കും തോന്നി. നിങ്ങൾ ചെയ്തതിൽ എനിക്കൊരു തെറ്റും കാണാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞ ജെൻചാച്ചൻ എന്തിനാ സെബാനിച്ചാനോട് ഇത്ര ദേഷ്യമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കൊന്നതല്ല അപ്പന്റെ പ്രശ്നം. മിലിറ്ററിയിൽ നിന്ന് ഡിസ്മിസൽ വന്നപ്പോ അപ്പന്റെ അടുത്തേക്കല്ല ഇച്ചായൻ ചെന്നത്. അവനെ കൊന്നതിനല്ല അപ്പന് ദേഷ്യം, അതിനുശേഷമുള്ള ഇച്ചായന്റെ തീരുമാനങ്ങൾ, അത് അപ്പൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ അപ്പൻ അറിയില്ല എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഇച്ചായൻ അത് ചെയ്യേണ്ടി വന്നതെന്ന്. ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാ. എങ്ങനെയാ ഇച്ചായൻ മാഫിയിലെത്തിയത്? അത് പിന്നെ പറയാം. ഇന്ന് രാത്രി അല്ലെങ്കിൽ മുഴുവൻ സീരിയസ് വൈബാ. ഇതിനിടയിൽ നമ്മുടെ റൊമാൻസിന് സമയം കിട്ടിയില്ല. ഓ, എങ്ങനെയുണ്ടായിരുന്നു മനുഷ്യന്? കടുവ ഇപ്പൊ പൂവൻകോഴിയാണല്ലോ. പൂവൻകോഴി നിന്റെ അപ്പൻ. ചായ അപ്പന് പറഞ്ഞാലുണ്ടല്ലോ. ഓ ശരി, ഇപ്പൊ ഇതാണ് ഇവിടുത്തെ വിഷയം. നീങ്ങ വന്നേ. സൗകര്യമില്ല. ഇല്ല എന്നാ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ജെയിൻ, ഇച്ചായ വീണ്ടും ജീവിച്ചു തുടങ്ങാൻ തോന്നുവാ ജെയിൻ. നിന്റെ കൂടെ കളിച്ചും ചിരിച്ചും പഴയതുപോലെ. എവിടെയോ ആ വിനയെ ഞാൻ കളഞ്ഞു. അവനെ വീണ്ടെടുക്കാൻ തോന്നുവാ ഇപ്പോ. നിങ്ങൾ പഴയതുപോലെയാണെങ്കിലും ഇപ്പോഴത്തെ പോലെയാണെങ്കിലും ഇനി നാളെ വേറെ വല്ല കോലത്തിലാണെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. എൻ്റെ ജീവിതത്തിൽ നിങ്ങളെ ഉള്ളൂ. അതിനി നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും. നിനക്കെപ്പോഴാ എന്നോട് ഇഷ്ടം തോന്നിയത്? അത് കുഞ്ഞിലെ മുതലേ ഞാൻ എപ്പോഴും കേട്ട ഒരു പേരായിരുന്നു എബൻസർ. എല്ലാവരും നിങ്ങളെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ കേൾക്കാത്ത കഥകളില്ല. ഓരോ പ്രാവശ്യവും ജൻചാച്ചനും മോണി മമ്മിയും കുറയിലോട്ട് വരുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കും എബൻസർ ചായനെ ഒന്ന് കാണാൻ. പക്ഷെ നിങ്ങളൊരു പ്രാവശ്യം പോലും വന്നില്ലല്ലോ. അന്നൊക്കെ നല്ല വിഷമമായിരുന്നു. പോകെ പോകെ അത് ദേഷ്യമായി. അതുകൊണ്ട് നിങ്ങളെ കാണാൻ അഗസ്റ്റിച്ചായനും പപ്പയും മമ്മിയും വരുമ്പോഴും ഞാൻ മനഃപൂർവ്വം വന്നില്ല. എന്നെ കാണാൻ വരാത്തവരെ ഞാൻ എന്തിനാ കാണുന്നേ? പിന്നെ ഇവിടെ വന്നു. ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് നിങ്ങളുമായിട്ട് വഴക്കുണ്ടായപ്പോൾ മമ്മിയാ പറഞ്ഞത് എവൻചറിച്ചായനെ കണ്ടോളാൻ. ഞാൻ കരുതി ഇതാണ് എൻ്റെ ചാൻസ്. ഈ കാര്യവും പറഞ്ഞു ഞാൻ ഇച്ചായനോട് അടുക്കുമെന്ന്. പിന്നെയല്ലേ മനസ്സിലായത് നിങ്ങളാണ് ആ പ്രസ്ഥാനമെന്ന്. അപ്പൊ വയസ്സറിയിച്ച കാലം മുതൽ എന്നെയും സ്വപ്നം കണ്ട് നടക്കുമായിരുന്നു മോള്. അയ്യടാ, എന്താ അങ്ങനെ അല്ലാതുണ്ടോ? വെറുതെ അല്ല ഞാൻ നിന്നെ കിസ് ചെയ്തപ്പോ കമാന്നൊരു അക്ഷരം നീ മിണ്ടാനത്. യു ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് മീ. ഐ ഫീൽ യൂസ്ഡ്. ഞാനുണ്ടല്ലോ. എന്റെ കർത്താവേ,
നിന്നെയൊക്കെ വിശ്വസിച്ച് എന്ത് ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളെ കിടന്നിറങ്ങിയത്? ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ നീ എന്നെ എന്റെ ചാരിത്രം. നിങ്ങളുടെ ചാരിത്രം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ജയ്, നിങ്ങൾ മാത്രം എന്താ എന്നെ കുക്കിന്ന് വിളിക്കാത്തെ? ഞാനും നിന്നെ കുക്കി എന്ന് വിളിച്ചേനെ. നിന്നെ ഞാൻ വെറും എന്റെ പെങ്ങളായി കണ്ടിരുന്നെങ്കിൽ. കുക്കി ഈ വീട്ടിലെ കൊച്ച, പക്ഷെ ജെയിൻ എന്റെ പെണ്ണ. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ ഇപ്പൊ? ഇന്നലെ ഞാൻ വെട്ടിയിട്ട പോലെ ഉറങ്ങിയായിരുന്നു. അത് നീ അടുത്തുള്ളത് കൊണ്ടാവും. നീയാണ് എന്റെ മരുന്ന്. അത് ശരിയാ, നിങ്ങളുടെ എല്ലാ സുഖേടിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. അതെന്താ നീ ഒരു അർത്ഥം വെച്ച് പറയുന്ന പോലെ? ഏയ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? സമയം എന്നായി? 1 മണി കഴിഞ്ഞു. എന്നാ ഇങ്ങ് വാ, എനിക്ക് ഉറങ്ങാം. നിങ്ങൾ കിടന്നോ, ഞാൻ എന്റെ റൂമിൽ പോയി കിടന്നോളാം. അതെന്നെ പരിപാടിയാടി. അവളെ തന്നെ ജസ്റ്റിന് മിസ്സായതാ. എനിക്ക് വയ്യ റിസ്ക് എടുക്കാൻ. പിന്നെ നിങ്ങളൊപ്പം കിടന്നാ എനിക്ക് ശ്വാസം കിട്ടത്തില്ല. വല്ല നെണ്ടിന്റെ പോലെ ഇറക്കി പിടിച്ചോളൂ. ഓഹോ, ഞാൻ രണ്ടല്ലേ? അപ്പൊ നീ എന്താ നീരാളിയോ? ഞാൻ ഉരുണ്ടു മാറാൻ നോക്കിയപ്പോ ഉള്ള കൈയും കാലും ഒക്കെ എന്റെ മേലോട്ടിട്ടത് എന്തിനാണാവോ തമ്പുരാട്ടി? ഇച്ചായ, നീ എന്തിനാടി ഇങ്ങനെ ഡിമാൻഡ് പിടിക്കുന്നേ? ഒന്നില്ലേ ഇവിടെ കിടക്ക്. ഇനി നിനക്ക് നിന്റെ മുറിയിൽ തന്നെ കിടക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെല്ലും, ഞാനും വരാം. നിങ്ങൾ എന്തിനാ വരുന്നേ? അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എന്റെ ഒപ്പമേ നീ കിടക്കൂ. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ പിന്നെ ഇവിടെ തന്നെ കിടക്കാം. ഇങ്ങേരിത് എവിടെ പോയി? എന്റെ കൊച്ചെ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അടിച്ച് പാമ്പായ ഇവര് വരെ ഒരുങ്ങി. അതിപ്പോ നീ എന്താ വിന്നിയുടെ മുറിയിൽ നിന്ന് വരുന്നേ? അവിടെ മുറിയിൽ മുഴുവൻ കൊതുകാണെന്നും പറഞ്ഞ് എന്നെ എന്റെ മുറിയിൽ നിന്ന് പുകച്ച് പുറത്തേ അടിച്ചതാ. ഞാൻ ജിമ്മിയുടെ കൂടെയായിരുന്നു. അതെ, ഭയങ്കര കൊതുക് ശല്യം. എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം വന്നതാ. പിന്നെ പാവല്ലേ നേരുതി. കൊതുകോ? അല്ല, സോറി, അതെ. നീ എന്തിനാ മീനമോടെ മുറിന്ന് വരുന്നേ? അവിടെ മുറിയിൽ ഭയങ്കര കൊതുക് ശല്യം. അപ്പോ ഞാൻ മാറേണ്ടി വന്നു. അവള് കുക്കിയുടെ കൂടെയായിരുന്നു. ഇവിടെ വല്ലാതെ കൊതുക് ശല്യം കൂടുന്നുണ്ട്. ഒരു ദിവസം എല്ലാത്തിനെയും ഞാൻ കൈയോടെ പിടികൂടുന്നുണ്ട്. എന്തിനെ? കൊതുകിനെ. दर्द है हमदम भी है तू साथ है तो जिंदगी तू जो कभी दूर रहे ये हमसे हो जाए अजनबी जन्म 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 साथ चलना यही कसम तुम्हें कसम ബിരിയാണി
കുറച്ചുകൂടി നന്നാകാനുണ്ട്. ഇറച്ചി നല്ല മുറ്റാന്നേ. എടാ മണ്ട, സ്വന്തം വീട്ടിൽ നടക്കുന്ന പരിപാടിക്ക് ആരും കുറ്റം പറയാറില്ല. ഓ സോറി, മൈ മിസ്റ്റേക്ക്. അപ്പാ, അപ്പന് ഇച്ചിരി ഐസ്ക്രീം എടുക്കട്ടെ? എന്നാത്തിന്? ഷുഗർ കൂടി ഞാൻ അടിച്ചു പോകാനോ? അപ്പാ, കുറച്ച് ജിലേബി എടുക്കട്ടെ? ആ ശരി മോളെ. ആ, ജിലേബി പിന്നെ പ്രമേഹത്തിനുള്ള ഒറ്റമൂലി ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്റെ ചെന്നേ. ഇച്ചായോ, എവിടാ ഹണിമൂണ്? ഊട്ടി എന്നൊന്നും പറഞ്ഞ് ചളവാക്കരുതേ. ഏയ്, ഞങ്ങളുടെ ഹണിമൂണ് നിങ്ങളുടെ പരിപാടി കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെന്നെ പരിപാടി വെച്ചാ? ഞങ്ങളുടെ പരിപാടിക്ക് ഇനിയും ദിവസം എത്രയുണ്ട്? നിങ്ങളൊരു 2 ദിവസമെങ്കിലും പോയി പൊളിച്ചേച്ചും വാ. ആ, ആലോചിക്കാം. जब बना उसका ही बना ऐ खुदा അച്ഛാ, എന്താടി പതിവില്ലാതെ മനുഷ്യക്കോലത്തിലൊക്കെ? ഞാൻ മനുഷ്യനല്ലല്ലേ? അപ്പൊ നിങ്ങളെന്താ? ഞാനും മനുഷ്യനല്ല. ഐ എം നോട്ട് ഹ്യൂമൻ. ഐ എം ജസ്റ്റ് യോഴ്സ്. പഞ്ചാരടിയുടെ സെമിനാർ കൂടി വെച്ച വരുവാണോ സാറ്? എന്തൊരു ഒലിപ്പീര! ഇപ്പൊ തന്നെ അരിഞ്ഞ് വെള്ളമായേനെ. എന്താടി, എന്റെ റൊമാൻസ് നിനക്ക് കൊണ്ട് പിടിച്ചില്ലേ? 21ാം നൂറ്റാണ്ടിലേക്കുള്ള ബസ് കയറേണ്ടി ചായ. ഓഹോ, നീ വളരെ മോഡേൺ ആണല്ലേ? അതെ എന്നാ ഞാനും മോഡേൺ ആകാം. ചായ. पूछो कभी तो कैफियत पूछो तुम्हारे बिन दीवाने का क्या हाल है ടീ, ചില സമയത്ത് നിന്നോടുള്ള എന്റെ ഇഷ്ടം അത് എന്നെ തന്നെ ഭയപ്പെടുത്താറുണ്ട്. കാരണം നിനക്കെന്തെങ്കിലും സംഭവിച്ചാ അതെന്നെ ഇല്ലാതാക്കും ചെയ്യും. നിനക്ക് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. അന്ന് മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ മനസ്സിലായി തുടങ്ങുന്നുണ്ട് എനിക്കെന്റെ ഇച്ചായന് ചേട്ടത്തിയോടുള്ള സ്നേഹം. ചേട്ടത്തിയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ ഈ ലോകത്തെ തന്നെ ഞാൻ ചുട്ടരിച്ചേനെ. ഏഹ്, എന്താ ഇങ്ങനെ? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം. നിങ്ങൾ എൻ്റെ ധൈര്യമാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് പകരം ചോദിക്കാൻ നിങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എത്ര ഉയരത്തിൽ നിന്ന് ഞാൻ വീണാലും എന്നെ ഉയർത്താൻ നിങ്ങൾ ഉള്ളിടത്തോളം കാലം എനിക്ക് ഭയമില്ല മിസ്റ്റർ ബെൻസൺ. എടാ മതി, ഇനി ജീവിതകാലം മുഴുവൻ ഇവളോട് തന്നെയല്ലേ ഈ എഴുപ്പീര്. നീ വാ, നിന്റെ അപ്പം വിളിക്കുന്നുണ്ട്. ചെല്ല്. കാത്തറീന. ആരാ? മനസ്സിലായില്ല. പേടിക്കണ്ട, വൈകാതെ നിനക്കെന്നെ പൂർണ്ണമായും മനസ്സിലാകും. എന്നെ മാത്രമേ നീ മനസ്സിലാക്കേണ്ടതുള്ളൂ. താനൊന്ന് പോയേ. ഞാൻ എന്താ വല്ല കഞ്ചാവ് വേണം? എന്തായി പെരുവരുന്നേ? ഇയാള് ആര്? ആ, ആരോ ഒരു വട്ടനാണെന്ന് തോന്നുന്നു. വാ, ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്.